ഇന്ന് നമുക്ക് പുതിയൊരു പാഠം എടുക്കാം. പാഠം 11 പച്ചക്കറിത്തോണിയാണ് കേട്ടോ. നമുക്ക് നോക്കാം അല്ലേ. കിടന്നു കിടന്നു മടുത്തു മത്തങ്ങ നാടു കാണാൻ ഇറങ്ങി. ആരാ കിടന്നു മടുത്തത്? മത്തങ്ങ അല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേ മത്തങ്ങ എങ്ങനെയാ? വള്ളിയിലുണ്ടാവുക അല്ലേ. വള്ളിയിലെ ഒരു സ്ഥലത്ത് തൂങ്ങിക്കിടക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ എങ്ങനെയാ നിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവൂ അല്ലേ. മത്തങ്ങ അങ്ങനെ കിടന്ന് മടുത്തിട്ട് എങ്ങോട്ടാ പോണത്? നാടു കാണാൻ പോവാണല്ലേ. നാടു കാണാൻ ഇറങ്ങി. എങ്ങോട്ടാ? പൗഡറും പൂശി വഴിയരികിൽ നിന്ന് കുമ്പളങ്ങ ചോദിച്ചു. അപ്പൊ ആരാ ചോദിക്കണത്? മത്തങ്ങയോട് ചോദിക്കുകയാണല്ലേ. എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുകയാണ്. ആരാ ചോദിക്കണത്? കുമ്പളങ്ങ എങ്ങനെയാ? പൗഡറൊക്കെ പൂശിയിട്ടാ. നിങ്ങൾ കണ്ടിട്ടില്ലേ കുമ്പളങ്ങയുടെ മുകളിൽ വെള്ള പൊടി കണ്ടിട്ടില്ലേ? അതാണ് കേട്ടോ അങ്ങനെ പറയണ. പൗഡറും പൂശി നിൽക്കുകയാണ് അല്ലേ കുമ്പളങ്ങ. അപ്പൊ എന്താ മത്തങ്ങ പറയണ? സവാരിക്ക് ഇറങ്ങിയതാ, നാടൊന്ന് ചുറ്റണം. എന്താണ്? നാടൊന്ന് ചുറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ കുമ്പളങ്ങ എന്താ പറയണേ? ഞാനും വരുന്നു എന്ന് പറഞ്ഞു. രണ്ടുപേരും കൈകോർത്തു അവർ നടന്നു. അതാ കുത്തനെ ഒരു ഇറക്കം. കണ്ടോ, ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടല്ലേ. ഒരു ഇറക്കാണ്. അപ്പൊ എന്താ ഉണ്ടായി? അയ്യോ കാലു തെറ്റുന്നേ, പിടിക്കണേ എന്ന് പറയണു അല്ലേ. മത്തങ്ങ കണ്ടോ, ആ ഇറക്കത്തില് ഉരുണ്ട് വീഴാൻ പോണു. കാല് തെറ്റിയില്ലേ. അപ്പൊ പിടിക്കണേ എന്ന് പറയാണ്. മത്തങ്ങ ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ എവിടേക്കാ എത്തുക? പുഴയിലേക്കാ വീഴുക അല്ലേ. നമുക്ക് നോക്കാട്ടോ മത്തങ്ങ പുഴയിലേക്ക് വീഴുവോ അല്ലെങ്കിൽ കുമ്പളങ്ങ രക്ഷിക്കുവോ എന്നൊക്കെ നമുക്ക് നോക്കാട്ടോ. രണ്ടുപേരും നിലതെറ്റി ഉരുണ്ടുരുണ്ട് താഴോട്ട്. സഹായിക്കാൻ കൈനീട്ടിയ ചേനയും പടവലവും തക്കാളിയുമെല്ലാം കാലിടറി വീണു. കുമ്പളങ്ങയും മത്തങ്ങയും വീഴുന്നതിന്റെ കൂട്ടത്തിൽ അവരെങ്ങനെയാ വീണ? ഉരുണ്ട് വീഴുകയാണ് അല്ലേ. അപ്പൊ ആരൊക്കെയോ സഹായിക്കാൻ വന്നിട്ടുണ്ട്. ആരൊക്കെയാ? ചേന, പടവലം, തക്കാളിയും വന്നു. പക്ഷെ എന്താ ഉണ്ടായേ? എല്ലാരും കാലിടറി വീണു. ഠും 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 ഠും. ഉരുണ്ടുരുണ്ട് എല്ലാവരും ചെന്നു വീണതോ പുഴയിൽ. ഇപ്പൊ എന്താ ഉണ്ടായി? രണ്ടുപേരും കാൽ തെറ്റി വീഴുന്നതിന്റെ കൂട്ടത്തില് സഹായിക്കാൻ വന്ന ചേനയും പടവലവും തക്കാളിയും വീണു അല്ലേ. കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണം എന്താണ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ. നമുക്കിവിടെ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാക്കാനുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? നാടു കാണാൻ ഇറങ്ങിയതാര്? എന്തുകൊണ്ടാണ് മത്തങ്ങ നാടു കാണാൻ ഇറങ്ങിയത്? അങ്ങനെ ചോദിക്കാം. വഴിയിൽ പൗഡറും പൂശി നിന്നത് ആരാണ് എന്ന് ചോദിക്കാലോ. പിന്നെ മത്തങ്ങയും കുമ്പളങ്ങയും വീഴുമ്പോൾ സഹായിക്കാൻ കൈനീട്ടിയതാരെല്ലാമാണ് എന്ന് ചോദിക്കാം. മത്തങ്ങയും കുമ്പളങ്ങയും ചേനയും പടവലവും തക്കാളിയും ഉരുണ്ടു ചെന്നു വീണത് എവിടെയാണ് എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം അല്ലേ ഈ കഥയിൽ നിന്ന്. അതൊക്കെ അവിടെ എഴുതുക കേട്ടോ. ഇവിടെ കഥ പൂർത്തിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ. അവിടെ എന്നിട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താ കാണുന്നത്? ഉരുണ്ട് വീണ പച്ചക്കറികളെല്ലാം അവർക്കൊക്കെ ഒരു തോണി കിട്ടിയിരിക്കണു അല്ലേ. അവര് തോണി തുഴഞ്ഞ് ഒരു കരയിലെത്തി. ബാക്കി നമുക്ക് ചിത്രത്തിൽ തന്നതിനനുസരിച്ച് കഥ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ എഴുതാം. പുഴയിൽ വീണ പച്ചക്കറികളെല്ലാം ഒരു തോണിയിൽ കയറിപ്പറ്റി. തോണി തുഴഞ്ഞവർ കരയിലെത്തി. പച്ചക്കറികളിൽ വലിയവൻ ഞാനാണ്, അതിനാൽ മുൻപിൽ ഞാൻ നടക്കുമെന്നു പറഞ്ഞ് മത്തങ്ങയും കുമ്പളങ്ങയും വഴക്കായി. അങ്ങനെ നടന്നവർ ഒരു നാട്ടുചന്തയിലെത്തി. അവിടെ ഒരു കച്ചവടക്കാരൻ എല്ലാ പച്ചക്കറികളും ഒന്നിച്ചു കൂട്ടി വിൽക്കുന്നത് അവർ കണ്ടു. അങ്ങനെ തങ്ങളിൽ ആരും വലിയവരില്ലെന്ന് അവർക്ക് മനസ്സിലായി. സന്തോഷത്തോടെ അവർ നാടുകാണൽ യാത്ര തുടർന്നു. ഇങ്ങനെ എഴുതാം. ഇനി നിങ്ങൾക്ക് ചിത്രം നോക്കിയിട്ട് വേറെ വല്ല ആശയവും ഉണ്ടെങ്കിൽ അതുപോലെ എഴുതാം കേട്ടോ. അടുത്തത് ഒരു പാട്ടരങ്ങാണ് കേട്ടോ. ഇവിടെ കണ്ടോ, കുറച്ച് കുട്ടികൾ കണ്ടോ. എന്താണ്? പച്ചക്കറി തോണിയിലാണല്ലേ തുഴഞ്ഞു വരുന്നത്. പച്ചക്കറി തുഴ ഉണ്ട് അല്ലേ. എന്ത് പച്ചക്കറി കൊണ്ടുണ്ടാക്കിയ തോണി അത്? ഈ തോണി ഏത് പച്ചക്കറിയാണ് നിങ്ങൾക്ക് മനസ്സിലായോ? മത്തങ്ങയാണല്ലേ. ഇനി തുഴയോ? അത് മുരിങ്ങക്കായാണല്ലേ. ഇനി ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. കുറേ പച്ചക്കറികൾ വെച്ചിട്ടുള്ള പാട്ടാണ് കേട്ടോ. കുട്ടികൾ പച്ചക്കറി പാട്ട് പാടിയിട്ടാണ് തോണി തുഴഞ്ഞു വരുന്നത്. അപ്പൊ ഇതൊരു വഞ്ചിപ്പാട്ടാണ് കേട്ടോ. അപ്പൊ വഞ്ചിപ്പാട്ട് പാടുന്ന ആ ഒരു രീതിയിൽ ഈ പാട്ട് പാടാം. മത്തൻ ചേന കുമ്പളങ്ങ തിത്തിത്താര തിത്തിത്തൈ വെണ്ട ചീര വെള്ളരിക്ക തിത്തിത്താര തിത്തിത്തൈ. മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവലം മുരിങ്ങക്കായ.
ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതേതേതോ. വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പും മല്ലിച്ചെപ്പും ഇഞ്ചി പച്ചമുളകുകൾ നിരന്നു നിന്നു. പച്ചക്കറി തോണിയേറി പച്ചക്കറി തുഴയേന്തി പച്ചക്കറി പാട്ടും പാടി വരുന്നു ഞങ്ങൾ. ഓ തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതേതേതോ. അവിടെ നമുക്ക് പൂരിപ്പിക്കാണ്ടല്ലേ, അപ്പം അത് ഇങ്ങനെ എഴുതി ചേർത്ത് പൂരിപ്പിക്കണേ. ഇവിടെ നമുക്കിനി പാട്ടിലെ പച്ചക്കറികൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്ന മറ്റു പച്ചക്കറികൾ ഏതാന്നുള്ളതും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാട്ടിലെ പച്ചക്കറികൾ ഏതൊക്കെയാ? മത്തൻ, ചേന, കുമ്പളങ്ങ, വെണ്ട, ചീര, വെള്ളരിക്ക, നേന്ത്രക്കായ, പടവലം, മുരിങ്ങക്കായ, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പ്, മല്ലിച്ചെപ്പ്, ഇഞ്ചി, പച്ചമുളക്. ഇതൊക്കെയല്ലേ പാട്ടിലുള്ള പച്ചക്കറികൾ. ഇനി നമുക്കറിയാവുന്ന കുറച്ച് പച്ചക്കറികളും കൂടി എഴുതി ചേർക്കാം. ചേമ്പ്, ക്യാരറ്റ്, ബീൻസ്, പയർ, കൊത്തമര, പാവയ്ക്ക, കോവയ്ക്ക, ബീറ്റ്റൂട്ട്, മുള്ളങ്കി, ഉരുളക്കിഴങ്ങ്, മരച്ചീനി, കാച്ചിൽ, വഴുതന ഇങ്ങനെയൊക്കെ എഴുതി ചേർക്കാം കേട്ടോ. അടുത്തത് പച്ചക്കറികളുടെ ഉപയോഗം അനുസരിച്ച് തരംതിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലകള്, കായകള്, മറ്റു ഭാഗങ്ങൾ. ചില പച്ചക്കറികളുടെ നമ്മൾ ഇലകൾ ഉപയോഗിക്കും അല്ലേ, ചിലതിൻ്റെ കായ ഉപയോഗിക്കും, ചിലതിൻ്റെ വേറെ ചില ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കും അല്ലേ. അതിനനുസരിച്ച് പച്ചക്കറികളെയും തരംതിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഏതൊക്കെ പച്ചക്കറികളുടെയാണ് നമ്മൾ ഇലകൾ ഉപയോഗിക്കുക? ചീരയില നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. കായകളുടെ അവിടെ മുരിങ്ങക്കായ എന്ന് തന്നിട്ടുണ്ട്. മറ്റു ഭാഗങ്ങൾ എന്ന് പറയുന്നത് വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി എന്നൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇലകൾ ഏതൊക്കെ ഇലകളാണ് നമ്മൾ ഉപയോഗിക്കുക നമുക്ക് പറയാം കേട്ടോ. ചീരയില, പിന്നെന്താണ് മുരിങ്ങയില അല്ലേ. നമ്മൾ കറിക്ക് ഉപയോഗിക്കൂലോ. മത്തനില, ചേമ്പില, കുമ്പളമില, താളില, പയറില, തഴുതാമയില ഇതൊക്കെ എഴുതാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഇലകളാണ്. അടുത്തത് കായകൾ. അതിൽ മുരിങ്ങക്കായ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് എഴുതി ചേർക്കാം. പാവയ്ക്ക, കോവയ്ക്ക, വഴുതനങ്ങ, വെണ്ടക്കായ, പടവലങ്ങ അങ്ങനെയൊക്കെ എഴുതി ചേർക്കാം അല്ലേ. പിന്നെ മറ്റു ഭാഗങ്ങൾ നമ്മളെ വാഴക്കൂമ്പ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കൂല്ലേ. വാഴപ്പിണ്ടി, ആ വാഴപ്പിണ്ടിയും കൊണ്ട് കറി വെക്കാം, ഉപ്പേരി ഉണ്ടാക്കാം അല്ലേ. അതുപോലെ ഏതൊക്കെ പച്ചക്കറികളുടെ മറ്റു ഭാഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മുരിങ്ങപ്പൂവില്ലേ, മുരിങ്ങ കായ ഉണ്ടാവുന്ന അതിൽ പൂവ് ഉണ്ടാവില്ലേ, അത് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കൂ അല്ലേ. ചേമ്പിൻ തണ്ടും പിന്നെ ചേനത്തണ്ടും ഇങ്ങനെയൊക്കെയാണ് ഉപയോഗങ്ങൾ അനുസരിച്ചിട്ട് പച്ചക്കറികളെ തരംതിരിക്കുക. ഇനി അടുത്തത് നോക്കൂ, കടങ്കഥകളാണ് കേട്ടോ. ഇതൊക്കെ പച്ചക്കറികളുമായിട്ട് ബന്ധപ്പെട്ട കടങ്കഥകളാണ് തന്നിരിക്കുന്നത്. അടിപ്പാറ, നടുവടി, തലക്കാട്. നിങ്ങൾക്ക് മനസ്സിലായോ? ചേന എന്താണ്? ചേനയാണ് കേട്ടോ. കയ്പുണ്ട്, കാഞ്ഞിരമല്ല, മുള്ളുണ്ട്, മുരിക്കല്ല, വാലുണ്ട്, വാനരനല്ല. പിടികിട്ടിണ്ടാവും. ആരാത്? പാവയ്ക്ക അല്ലേ. പിന്നെ അടുത്തത് നോക്കൂ, മണ്ണിനുള്ളിൽ പൊന്നമ്മ. ആരാണ്? മഞ്ഞൾ കേട്ടോ. അടുത്തത് നമുക്ക് ഇവിടെ ഒരു ഡയറി തന്നിട്ടുണ്ട് കേട്ടോ. നന്ദിതയുടെ ഡയറിയാണ്. നന്ദിത പറഞ്ഞൊരു കുട്ടി എഴുതിയ ഡയറിയാണ്. ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ഫസ്റ്റ് എഴുതണം? അന്നത്തെ ഡേറ്റ് അല്ലേ. ഇന്ന് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് അല്ലേ എഴുതുക. നോക്കൂ, 3/2/2024 കണ്ടോ എഴുതിയിരിക്കുന്നത്? കണ്ടോ? ഇനി എന്താ കുട്ടി എഴുതിയിരിക്കുന്നത്? ഇന്ന് സ്കൂൾ അവധിയാണ്, അതുകൊണ്ട് ഞാനും അമ്മയും കൂടി കൃഷിത്തോട്ടത്തിൽ പോയി. അവിടെ മുളക് ചെടിയും പയറു ചെടിയും വെണ്ടയും ഉണ്ട്. ഞാൻ അതിനെല്ലാം വെള്ളമൊഴിച്ചു. പുഴു തിന്നുന്ന ഇലകളെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു. പുഴു വരാതിരിക്കാൻ എല്ലാത്തിനും അമ്മ മരുന്നടിച്ചു. അവിടെ കണ്ടോ, ഒരു മുളക് ചെടി കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്താ? അത് വെണ്ടക്കായല്ലേ. വെണ്ടക്കായും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കൂ, കൃഷിപ്പാഠം. നന്ദിത മോളുടെ ഡയറി വായിച്ചല്ലോ. നിങ്ങളോട് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ, പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. കൃഷി രീതിയെക്കുറിച്ച് എഴുതാമോ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? കൃഷി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എന്ത് കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കണം അല്ലേ.
എന്നിട്ടോ അതിനുള്ള വിത്ത് നമ്മൾ ശേഖരിക്കണം അല്ലേ. എവിടെ കൃഷി ചെയ്യണം എന്നുള്ള സ്ഥലം കണ്ടെത്തണം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, മണ്ണ് നന്നായിട്ട് ഉഴുതുമറിക്കണം, പിന്നെ വിത്ത് വിതയ്ക്കണം, അതിന് വേണ്ട വെള്ളവും വളവും നൽകണം. അപ്പം അത് വളർന്ന് വരൂല്ലേ. അപ്പം എന്താ ഉണ്ടാവുക, കീടങ്ങൾ വരും, പുഴുക്കളൊക്കെ വരും അല്ലേ. അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവയെ നശിപ്പിച്ച് കളയണ്ടേ, അല്ലെങ്കിൽ കീടങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന കൃഷി മുഴുവൻ നശിപ്പിക്കൂല്ലേ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കീടനാശിനികൾ ഉപയോഗിക്കും. ഇത്രയും എഴുതിയാൽ മതി കേട്ടോ. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. എന്ത് പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കണം. അതിനുള്ള വിത്ത് ശേഖരിച്ച് പറ്റിയ സ്ഥലം കണ്ടെത്തി മണ്ണ് നന്നായി ഉഴുതുമറിക്കണം. വിത്ത് വിതച്ച് വളരാൻ വേണ്ട വെള്ളവും വളവും നൽകണം. കീടബാധ ഉണ്ടായാൽ അവയെ നശിപ്പിക്കാൻ കീടനാശിനികൾ ഉപയോഗിക്കണം. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് വിരിപ്പ് കൃഷിയാണ് കേട്ടോ. എന്താണ് ഈ വിരിപ്പ് കൃഷി എന്നറിയോ? കേരളത്തിലെ നെൽകൃഷികളല്ലേ, അത് 3 ഇടവേളകളിലായിട്ടാണ് നടത്തുക. അത് ആദ്യത്തെ, അതായത് മേടമാസത്തിൽ തുടങ്ങിയിട്ട്, ഒരു കൊല്ലത്തിലെ നമ്മൾ മാസം തുടങ്ങുക മേടമാസമല്ലേ, മേടമാസത്തിൽ ആരംഭിച്ചിട്ട് എന്താണ് ചിങ്ങം കന്നിയോടെ കൊയ്യുന്ന കൃഷിയാണ് ഈ വിരിപ്പ് കൃഷി. കൊല്ലത്തിൽ ആദ്യമായിട്ട് നടത്തുന്ന കൃഷിയാണ് വിരിപ്പ് കൃഷി. വിരിപ്പ് കൃഷിക്ക് ശേഷം ചെയ്യുന്ന കൃഷികളാണ് മുണ്ടകനും അതുപോലെ തന്നെ പുഞ്ചയും കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ ഈ വിരിപ്പ് കൃഷി എന്ന് പറയുന്നത് ഒരു കൊല്ലം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൃഷിയാണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഈ വിരിപ്പ് കൃഷിയെ നമ്മൾ എന്ത് പറയും, കന്നിക്കൃഷി എന്ന് പറയും. അതുപോലെ തന്നെ ഈ വിരിപ്പ് നമ്മൾ കൊയ്ത്തില്ലേ, ആ കൊയ്ത്തിന് നമ്മൾ കന്നിക്കൊയ്ത്ത് എന്നും പറയാറുണ്ട് കേട്ടോ. ഇവിടെ നമുക്കപ്പോൾ ഒരു പാട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഈറ്റ വെട്ടി കാടുവെട്ടി പൊതക്കാട്ടിൽ തീയെരിച്ച് വിരിപ്പിടം തീയെരിച്ച് അമ്മ വിളിച്ചു അച്ഛൻ വിളിച്ചു വീട്ടുകാരും നാട്ടുകാരും ഊരാകെ ഒത്തുവിളിച്ചു ചീരവിത്തേ ചോളവിത്തേ കടുക് തുവര അമരവിത്തേ ചാമവിത്തേ വരകുവിത്തേ നെല്ല് വെള്ളരി മത്തൻ വിത്തേ പുതുമഴയിൽ കൺതുറന്ന് പൂവിരിഞ്ഞ് കായ്ച്ചാഞ്ഞ് എന്നുമെന്നും വിളവുകാലം എന്നുമെന്നും വിളവുകാലം. അപ്പം ഇതാണല്ലേ പാട്ട്. ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ പാട്ടിലുണ്ടോ? ടിക്ക് അടയാളം നൽകൂ എന്ന് പറഞ്ഞിട്ടുണ്ടേ. ഇവിടെ കുറേ വിത്തുകൾ പറഞ്ഞില്ലേ. ഇതൊക്കെയാണ് ചീരവിത്ത്, ചോളവിത്ത്, കടുക്, തുവര, അമര, ചാമ, വരകുവിത്ത്, നെല്ല്, വെള്ളരി, മത്തൻ വിത്ത് അല്ലേ. ഇതിൽ നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ ഏതൊക്കെയാന്ന് നോക്കിയിട്ട് അതിന് ടിക്ക് ഇടാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ചീരവിത്തും മത്തൻ വിത്തൊക്കെ നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും, അമരവിത്തൊക്കെ അല്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കില്ലേ. പിന്നെ നെല്ല് നമ്മൾ കാണാറുണ്ട്. വെള്ളരി അതും കണ്ടിട്ടുണ്ടാവാം, വെള്ളരിക്കയാണ്. വെള്ളരിക്കയുടെ വിത്ത് കാണാം, നെല്ല് കാണാം. ചാമവിത്തും വരകുവിത്തും കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? ബാക്കിയൊക്കെ ഒരുവിധം കണ്ടിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ കണ്ടത് ഏതാന്ന് നോക്കിയിട്ട് ടിക്ക് ഇടണം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.